ഹലോ. അപ്പോൾ നമ്മളിന്ന് കോട്ടയം ICH വരെ പോവുകയാണേ. അവിടെ ചിൽഡ്രൻസിൻ്റെ ഹോസ്പിറ്റലിൽ തുമ്പിക്ക് ചെറിയൊരു സർജറി ഉണ്ട്, ഹെർണിയയുടെ. അപ്പോൾ അത് ഇന്ന് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ 7 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി. രാത്രി ഭയങ്കര ചൂടാണെങ്കിലും പോകുന്ന വഴിക്ക് മുഴുവനും നല്ല കോടയായിരുന്നു കേട്ടോ, നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നേ. ഇന്നലെ രാത്രി ഇങ്ങോട്ടൊക്കെ മഴ പെയ്തു എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അതിൻ്റെ ആയിരിക്കാം, രാവിലെ ഏതായാലും നല്ല മഞ്ഞുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു വഴി മുഴുവനും. മുണ്ടക്കയത്തെ നിവിൻ പോളിയുടെ ഏതോ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ക്യാരവാനൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ചുമ്മാ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് നാലുമണിക്കാറ്റ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ ചെറിയ പാർക്കൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ ആയിട്ട് വന്നിരിക്കാനൊക്കെ നല്ല രസമാണ്, നല്ല സുഖം, നല്ല കാറ്റാണ് എപ്പോഴും. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് കുറച്ച് കയറി ചെല്ലണം. OTയുടെ അകത്തൊരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാഫ് ആരെങ്കിലും പുറത്തേക്ക് വന്നാലേ നമുക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ. തുമ്പിയാണെങ്കിൽ എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലാണ്, കുത്തിവെക്കും എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ തുമ്പിനെ അകത്ത് കയറ്റി ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. സമയം 10-10:30 ആയി. അപ്പോൾ വിശക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അമ്മയും താഴെ ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് വെച്ചു. ഞങ്ങൾ വന്നപ്പോഴേക്കും കുഞ്ഞിൻ്റെ സർജറി കഴിഞ്ഞിരുന്നു. ഒരു മൈനർ സർജറി, വളരെ ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളായതുകൊണ്ട് അതിൻ്റെ സെഡേഷൻ കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ ബോധം വരാൻ കുറച്ച് സമയം എടുത്തു. അങ്ങനെ കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റി. ഡേ കെയർ സർജറി ആയിട്ടാണ് ചെയ്തത്. അതായത് നമുക്ക് വൈകുന്നേരം ഒരു 6 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ പോകാവുന്ന രീതിക്കാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പേ വാർഡ് എടുക്കാൻ നിന്നില്ല, വാർഡിൽ തന്നെ കിടത്തി. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തന്നെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. തുമ്പി പെട്ടെന്ന് തന്നെ ആക്റ്റീവായി, പെട്ടെന്ന് എഴുന്നേറ്റ് ഫുഡ് കഴിച്ചു, വെള്ളം കുടിച്ചു, എല്ലാം ചെയ്തു. അവൾ ആക്റ്റീവാണ്, വേറെ ഒരു പ്രശ്നമില്ല. മിടുക്കിയായിട്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഡോക്ടർ 6 മണിയെന്ന് പറഞ്ഞത് 4 മണിയായപ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞു വീട്ടിൽ പോയിക്കോളാൻ. മരുന്നിൻ്റെ എഫക്റ്റ് പോയി കഴിയുമ്പോൾ മുറിവ് വേദനിക്കാൻ തുടങ്ങുമോ, അതുകൊണ്ടുള്ള കാർച്ചയായിരിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യത്തിന് ഇതുവരെ കുഞ്ഞിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെറിയൊരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ പാർക്കിൽ കയറണം, ഊഞ്ഞാലാടണം, സ്ലൈഡിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അതിന് സമ്മതിക്കാത്തത് കൊണ്ട് കുറേ നേരത്തേക്ക് പിന്നെ ഭയങ്കര പിണക്കമായിരുന്നു. അതൊഴിവാക്കിയാൽ വേറെ കോംപ്ലിക്കേഷനോ വേറെ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു ട്രിപ്പ് വന്ന മൂഡായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു മൈനർ സർജറി കഴിഞ്ഞതാണെങ്കിലും കുഞ്ഞിന് അതിൻ്റെ വേറെ ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷവും സമാധാനമായിരുന്നു. അങ്ങനെ രാവിലെ 9 മണിക്ക് വന്ന് 5 മണിയായപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുക.